ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ്. അപ്പോൾ ഞാൻ ചൊവ്വാഴ്ചയിലത്തെ വിശേഷങ്ങളാണല്ലോ. അപ്പോൾ ചൊവ്വാഴ്ച ശരിക്കും പറഞ്ഞാൽ 9 ആഴ്ച തുടങ്ങി വെച്ചെങ്കിലും ഒന്നും അല്ലാണ്ട് അത് മുടങ്ങിപ്പോയി. അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങൾ അങ്ങനെയാണ്. അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. എനിക്ക് ഒട്ടും ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ അങ്ങനെ നേരം വെളുത്തത് പിള്ളേർസൊക്കെ എണീറ്റ് അവരുടേതായ കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ വാതിലടച്ചിട്ടിരിക്കുക. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാക്കോച്ചൻ ഫുൾ ടൈം മുറ്റത്തേക്ക് ഇറങ്ങി പോവില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഡിവൈൻ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ടൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കാറ്റിൻ്റെ പ്രശ്നം അങ്ങനെ ഇല്ല, കാര്യമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചവറും കാര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ കുട്ടികൾ വെള്ളത്തിലൊക്കെ കളിച്ച് കയറി വരുമ്പോഴൊക്കെ ആയിട്ട് സിറ്റ് ഔട്ടിൽ നല്ലോണം ചളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഇതേ വന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത്, ഇത് തുറന്നപ്പോഴാണ് കാണുന്നത് ഇവിടെയൊക്കെ തുടച്ചിട്ടിരിക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ കസേരയൊക്കെ എടുത്ത് പുറത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കിട്ടിയ ചാൻസിൽ ഇതാ ഇറങ്ങി ഓടുകയാണ് ചാക്കോച്ചൻ കേട്ടോ. ഇതാണ് ആ വാതിൽ തുറക്കാത്തതിൻ്റെ മെയിൻ ഉദ്ദേശം ഇപ്പം. അങ്ങനെ ഞാൻ ഇവിടെ വരുമ്പോഴേക്കും ഡിവൈൻ കുട്ടികൾക്കുള്ള തോമൂന്നുള്ള ഫ്രൈഡ് റൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നെടുത്ത് കൂട്ടല്ലേ വേണ്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ കിടക്കുമ്പോഴാണ് റൈസ് ചൂടാറിയതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചത്. അപ്പോൾ ഫ്രൈഡ് റൈസിന് എപ്പോഴും നല്ലത് അങ്ങനെയാണ് കേട്ടോ. നമ്മൾ വേവിച്ച് ഊറ്റി വെച്ച ചോറ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ ഫ്രൈഡ് റൈസിന് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഗോതമ്പ് ദോശയും ചമ്മന്തിയായിരുന്നു. അപ്പോൾ അതേ ചാക്കോച്ചൻ എല്ലാവരുടെയും വീതം ഒരേ തുണ്ട് വായിൽ വയ്ക്കണം. അപ്പോൾ തോമു ആയാലും പാച്ചു ആയാലും അങ്ങനെ ചെയ്യില്ല. പക്ഷേ ചാക്കോച്ചന് ഇങ്ങനെ ഹോംലി ഫുഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നാടൻ ഭക്ഷണമാണ് അവന് ഇഷ്ടം കേട്ടോ. അങ്ങനെ അവൻ്റെ ഇത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തോമുവിന് കൊടുത്തയച്ച ഫ്രൈഡ് റൈസിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതേ കുപ്പി കഴുകൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും ഈ പറഞ്ഞ പോലെ ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചു. അപ്പോൾ ഡിവൈനും ഡോണിനും ഇന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവർ പുറത്ത് പോകണ കാരണം ഞാൻ പറഞ്ഞു, നിങ്ങൾ സമയം വൈകണ്ട, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡിവൈനും ഡോണും കൂടി കുട്ടിയെ നമ്മുടെ അക്കിയുടെ അവിടേക്ക് ആക്കാൻ പോയി. കാരണം ചിലപ്പോൾ എപ്പോഴാണ് വരിക എന്താണെന്നൊന്നും അറിയാത്ത കാരണം അവിടെ പോയിട്ട് മോനെ അവിടെ ആക്കിയതിന് ശേഷം വന്നിട്ടാണ് അവരിറങ്ങിയത്. അപ്പോൾ തോമുനെ നമ്മൾ ഉച്ചയ്ക്ക് കൊണ്ടുവരാമെന്നുള്ള രീതിയിലായിരുന്നു നിൽക്കണ്ടായിരുന്നത്. അങ്ങനെ ഡിവൈനും ഡോണും കൂടിയിട്ട് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഡാഡിയും മാത്രമല്ലേ ഉള്ളൂ. ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും വേണ്ട, ഒക്കെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നെടുത്ത് ഒന്ന് ചൂടാക്കിയാൽ മതി. ചോറും ഇന്നലത്തെ ബാക്കിയിലിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കാകുമ്പോൾ അത്രയല്ലേ വേണ്ടു. അപ്പോൾ അതൊക്കെ ഉള്ള കാരണം ഞാൻ വേഗം കുറച്ച് ബിസിനസ്സിൻ്റെ ആവശ്യത്തിലേക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അതുപോലെ തന്നെ കുറേ നനയ്ക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സൈഡ് നനയ്ക്കലും എടുക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം തുടങ്ങി വെച്ചെങ്കിലും പിന്നെ അത് അവസാനിപ്പിച്ചത് ഉച്ചതിരിഞ്ഞാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുമ്പോഴാവും എന്തെങ്കിലും ഒന്ന് കൊറിയർ വരിക അല്ലെങ്കിൽ പോസ്റ്റ് വരിക. അപ്പോൾ ഡാഡി രാവിലെ തന്നെ പോയേക്കാം കേട്ടോ, പുറത്തേക്ക് പോയേക്കാം. പക്ഷേ ഇന്ന് തെക്കും തിരക്കടിച്ച് 2 ട്രിപ്പ് പോസ്റ്റ് ചെയ്യാനായിട്ട് ഒരുമിച്ച് കൊണ്ടുപോടിയപ്പോഴാണ് ഇന്ന് പൊങ്കലിൻ്റെ അവധിയാണെന്ന് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഇതിൽ കൂടിയും പറയുകയാണ്, ഇന്ന് പോസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നത് ഒന്നും ഇന്ന് പോയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പൊങ്കലിൻ്റെ അവധിയായിരുന്നു പോസ്റ്റ് ഓഫീസിന്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ പറഞ്ഞിട്ടുള്ളതൊക്കെ നാളേക്കാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അവർ പോയതിന് ശേഷം ഞാൻ പതുക്കെ അകത്ത് കയറി. അപ്പോൾ ഞാൻ ഗേറ്റ് ലോക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഡാഡി ഇപ്പോൾ വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് വെറുതെ ഗേറ്റ് ലോക്ക് ചെയ്യേണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ഗേറ്റ് ലോക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അകത്ത് കയറി. ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് കംപ്ലീറ്റ് കുറച്ച് കാര്യങ്ങൾ ഫോട്ടോസ് എടുക്കാം. കുറേ ഫോട്ടോസ് എടുക്കാണ്ട് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇത് കുറേ പാക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ ചോറും കറിയുടെ പരിപാടി അവിടെ ഇട്ടിട്ട് ഞാൻ പാക്കിങ്ങിന് വേണ്ടിയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കലണ്ടർ എപ്പോഴും ഹോളിൽ ഇരിക്കണ കാരണം ഇപ്പോൾ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ കലണ്ടറിലോടും, പിന്നെ ഇപ്പോൾ മൊബൈലായി, ഇത് മുമ്പിലിരിക്കുന്ന കാരണം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ നോക്കാനായിട്ട് എളുപ്പമായിട്ടോ. അങ്ങനെ ഞാൻ എല്ലാത്തിൻ്റെയും സൈസും കാര്യങ്ങളൊക്കെ എഴുതി ഓർഡർ അനുസരിച്ച് അത് പാക്ക് ചെയ്യാനായിട്ട് അവിടെ വെച്ചു. അത് കഴിഞ്ഞ് സാരികൾ പാക്ക് ചെയ്യാനായിട്ട് വെച്ചു. ഞാനതാ പറഞ്ഞത്, എല്ലാം കഴിഞ്ഞ് തിക്കും തിരക്കിൽ ചെയ്ത് കഴിഞ്ഞ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോയപ്പോഴാണ് അറിയണത് പൊങ്കലിൻ്റെ മുടക്കാമെന്ന്. അപ്പോൾ തിക്ക് തിരക്കെടുത്തിട്ട് ചെയ്ത പണികളൊക്കെ വെറുതെയായി. പക്ഷേ ഇനിയിപ്പോൾ നാളേക്കൊന്നും ചെയ്യണ്ട, എന്നാലും നമ്മൾ പറയില്ല അയ്യോ വേഗം ഇത് കഴിച്ചു വെച്ചിട്ടാവാം എന്ന് പറഞ്ഞ് ചെയ്ത കാര്യങ്ങൾ വെറുതെയായി എന്ന് മാത്രം. അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചില സമയത്ത് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും എടുത്തോ പിടിച്ചോ എന്ന് വെച്ചിട്ട് തിക്കും തിരക്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യും. പിന്നീട് നമുക്ക് മനസ്സിലാവും അയ്യോ അതൊന്നും വേണ്ടിയിരുന്നില്ല,
അതിൻ്റെ സമയമാകുമ്പോൾ ആ രീതിക്ക് പൊക്കോളും എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതുതന്നെയാണ് ഇത്രയും തിക്ക് തിരക്കടിച്ച് ഇതൊക്കെ അവിടെ ഇട്ടിട്ട് ഞാൻ പോയിട്ട് ചെയ്തതാണ്, ബോക്സ് ഒതുക്കലും സാരിയുടെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല. കാരണം അതിൻ്റെ സമയമാകുമ്പോൾ, അതായത് നാളെയാണ് അതിൻ്റെ സമയം, അപ്പോൾ നാളെ പോവുള്ളൂ. അപ്പോൾ ഈ പണികളൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ പണി ചെയ്തു. ഇപ്പോൾ എന്തായി, അതും ഉപകാരം ഉണ്ടായില്ല, ഇവിടെയും ലേറ്റായി. അതാ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ അങ്ങനെ വരും എന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മുടെ ചാക്കോച്ചൻ അവിടെ പോയതിന് ശേഷം എനിക്ക് വീഡിയോസ് അയച്ചു തന്നതാക്കി. അവിടെ മൂപ്പര് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര കളിയാണ്. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ ഓടാനോ അല്ലെങ്കിൽ അവനെ മാത്രം കെയർ ചെയ്യാനായിട്ട് നമ്മൾ അങ്ങനെ സമയം കണ്ടെത്താറില്ലല്ലോ. ഒന്നെങ്കിൽ മുകളിൽ അവൾ ഫുൾ ടൈം ഇരുന്ന് റൂമിലുള്ള കളി, താഴ്ത്ത് വന്നാൽ കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നല്ലാണ്ട് ഇങ്ങനെ ഉള്ള ഓട്ടവും കാര്യങ്ങളൊന്നും അവന് പറ്റാറില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ടൈം അക്കിയുടെ കൂടെ, അക്കി അവിടെ സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരുന്ന് അക്കിക്കും ഒരു നേരം പോക്കാണ്, അവനെങ്ങനെ ഓടിക്കളിക്കുക. അപ്പം ഞാൻ പറയും, ഇപ്പോൾ അവന് ഓടണേൻ്റെ ഫലം തോന്നുന്നുണ്ട്, കുട്ടി ഒന്ന് നീളം വെച്ചു എന്ന് പറയും ഞാൻ. കാരണം അവൻ ഫുൾ ടൈം എക്സസൈസ് അല്ലേ, വർക്കിംഗ് കണ്ടീഷനിലാണല്ലോ ഇപ്പോഴും. അപ്പോൾ അങ്ങനെ ഭയങ്കര ഞങ്ങളെ സംബന്ധിച്ചത്, ഡിവൈനെ സംബന്ധിച്ചത് ഭയങ്കര ഒരു ആശ്വാസമാണ് ഇവനെ എവിടെ യാത്ര കൊണ്ടുപോകാണ്ട് നിൽക്കുമ്പോൾ. കാരണം തിരിച്ച് വരുമ്പോൾ വല്ല അസുഖം വരുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ മടിയിലിരുന്നിട്ടായാലും അവന് ഭയങ്കര അസ്വസ്ഥതയാണ്. അവനങ്ങനെ കുറേ നേരം ഇരിക്കാനും എടുക്കാനൊന്നും വലിയ ഇഷ്ടമില്ല. പിന്നെ ഈ പകൽ ഉറങ്ങണ സമയം, ഇപ്പോൾ ഒരു 3-4 മണിക്കൂർ ഉറങ്ങണ സമയം എടുത്ത് കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. കുട്ടികളെ വിഷമിപ്പിക്കാണ്ടിരിക്കാനാണ് നമ്മൾ മെയിനായിട്ട് യാത്രകൾ അവനെ ഒഴിവാക്കുന്നത് കേട്ടോ. അങ്ങനെ അവൻ ഇവിടെ എനിക്ക് തോന്നുന്നു അക്കി വിളിച്ചപ്പോൾ ഞാൻ 2-3 വട്ടം മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയച്ചതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ നോക്കിയപ്പോൾ കുറേ സമയം കിടന്ന് ഉറങ്ങുമായിരുന്നു മൂപ്പര്. അപ്പോൾ അതന്നെ വലിയൊരു ആശ്വാസം. അങ്ങനെ 1:15 ആയപ്പോൾ ഡാഡി വരണ വഴിക്കല്ല തോമുവിനെ കൊണ്ടുവരാൻ പോയി. അപ്പോൾ തോമു ഒറ്റയ്ക്കുള്ള കാരണം ഡാഡി 2 വീലറിലാണ് പോയത് കേട്ടോ. അപ്പോൾ തോമു വന്നിട്ട് എന്നോട് വിശേഷങ്ങൾ ചോദിക്കുക, നമ്മുടെ i20 എവിടെ, അപ്പ എവിടെ, എന്താണ് അപ്പ വരാഞ്ഞ്, ഇവിടെ ആരുമില്ലേ, അവൻ്റെ കുറേ സംശയങ്ങളും കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ശരിക്കും ഡിവൈനിന് ഇവിടെ നിർത്തിപ്പോകാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇവൻ നിൽക്കുമോ എൻ്റെ അടുത്ത് എന്നുള്ളത് അറിയില്ല. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ആരുമില്ലെങ്കിൽ മമ്മി എന്ന് പറഞ്ഞിട്ട് എന്നെ അത് ഇങ്ങനെ ഓരോന്ന് കാണിക്കലും എടുക്കലൊക്കെ അവൻ്റെ മെയിൻ പണി കേട്ടോ. അപ്പോൾ വന്നപ്പോൾ ഡിവൈൻ ഫോൺ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ച് നേരം അവൻ നോക്കിയിരുന്നോട്ടെ കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനങ്ങനെ ഫോണിൽ അങ്ങനെ അഡിക്ഷനൊന്നുമില്ല കേട്ടോ. മൂപ്പര് ടി വിയിൽ എന്തെങ്കിലും കാണുകയെന്നല്ലാണ്ട്, പിന്നെ വണ്ടിയാണ് മൂപ്പരുടെ ഭ്രാന്ത്. അപ്പോൾ ഫോണിൽ എനിക്ക് കാണണ്ട, അവൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ച് തരണം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫോട്ടോയും വെച്ചിട്ട് കാണിക്കണം. അങ്ങനെ കുറേ മെക്കാനിസം ഉണ്ട് മൂപ്പർക്ക് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ട്രക്ക്, പിന്നെ എന്നോട് പറയും ഇന്ന ലംബോർഗിനിയുടെ വണ്ടി വീഡിയോ, അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് വണ്ടികളെക്കുറിച്ചുള്ള റിസർച്ചാണ് മൂപ്പരുടെ മെയിൻ സംഭവം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡിവൈൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും വല്ലതും കഴിച്ചോ, ഇടഞ്ഞിട്ടുണ്ടോ, മറ്റേതെങ്കിലും വെച്ചാൽ ആരെങ്കിലും ഉണ്ടാവും. ഇതിപ്പോൾ ഞാനും മോനും മാത്രമേ ഉള്ളൂ. പക്ഷെ അവനെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. വന്ന വഴിക്ക് ഡ്രസ്സ് ഊരാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഊരാം, കാരണം അവന് ഇത്തിരി ചമ്മലുള്ള കൂട്ടത്തിലാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ തന്നെ ഡ്രസ്സൊക്കെ ഊരി അവൻ്റെ ബാത്റൂമിൽ പോലും കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേ പേർക്കുണ്ട് കുട്ടികൾ ഇത്രയായി, അവരെ ട്രെയിൻ ചെയ്യിച്ചൂടെ, അത് ചെയ്തൂടെ, ഇത് ചെയ്തൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ ചോദ്യങ്ങളും പറച്ചിലും. അതിപ്പോൾ നമ്മളുടെ ബന്ധുക്കളുടെ ഇടയിൽ തന്നെ ഉണ്ടാവും, അത് ഇത്ര വയസ്സായില്ലേ, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തതെന്ന്. പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, അതിൻ്റെ സമയമാകുമ്പോൾ അവരൊക്കെ അത് തന്നെ അങ്ങോട്ട് ചെയ്യും. അപ്പോൾ ഇത് ഫ്രൈഡ് റൈസ് കൊണ്ടുപോയി ഇത് മുഴുവൻ തിന്നു. അപ്പോൾ ഡിവൈനെ ഞാൻ വിളിച്ച് പറഞ്ഞു, കുട്ടി ഫുൾ തിന്നു. അപ്പോൾ ഡിവൈനും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് നമ്മൾ ഈ ഡൈപ്പറും കാര്യങ്ങളൊക്കെ, അപ്പോൾ ഡൈപ്പർ ചേഞ്ചും കാര്യങ്ങൾ വരുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ തന്നെ അത് മാറ്റും. അതുപോലെ തന്നെയായിരുന്നു പാച്ചു വായയിൽ ഇങ്ങനെ വിരലിട്ടിട്ടൊക്കെ കിടന്നുറങ്ങിയിരുന്നത്. അപ്പോൾ കുറേ പേര് പറഞ്ഞു നിങ്ങളത് മാറ്റിയില്ലെങ്കിൽ അത് അങ്ങനെ ഉണ്ടാവും, ഇതിങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോഴാണ് ആലോചിക്കുന്നത്, ഈ കുട്ടി വിരൽ വായിലിട്ടിരുന്നല്ലോ എന്ന്. അതായത് ഉറങ്ങണ നേരത്താണ് അവനത് ഇട്ടിരുന്നത്. ഇപ്പം അതൊന്നുമില്ല, അവൻ തന്നെ അത് മാറ്റി. അതുപോലെ തന്നെ ഡൈപ്പറിൻ്റെ കാര്യം അതെ. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഒരു ധൈര്യത്തിന്മേ ഡൈപ്പർ ഇട്ടിട്ട് സ്കൂളിലേക്ക് വിടേണ്ടത്. പക്ഷേ അവിടെ ചെന്ന വഴിക്ക് മാം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മാറ്റി അവനെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുത്ത്, പിന്നെ നമ്മളുടെ ഒരു ബലത്തിന് നമ്മൾ യാത്ര പോകുമ്പോൾ ഡയപ്പർ ഇടിക്കേണ്ടതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒരാൾ എന്തെങ്കിലും അവർ ഇത്രയായില്ലേ ഇനി അങ്ങനെ ചെയ്തൂടെ ഇങ്ങനെ ചെയ്തൂടെ എന്നൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട കാര്യമില്ല. അതാത് സമയമാകുമ്പോൾ അവർ തന്നെ ചെയ്തോളും.
പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾ അവരുടെ അമ്മമാരേക്കാൾ കൂടുതൽ ശ്രദ്ധ വേറെ ആർക്കും ഉണ്ടാവില്ല, അതിൻ്റെ ആവശ്യവും ഇല്ലല്ലോ. ഞാൻ പോലും എൻ്റെ മക്കളുടെ കാര്യം ശ്രദ്ധിക്കുന്നതല്ലാണ്ട് പേരക്കുട്ടികളുടെ കാര്യം അങ്ങനെ ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല. കാരണം അത് ശ്രദ്ധിക്കാൻ അവരുടെ അപ്പനും അമ്മയുണ്ട്, പിന്നെ എന്തിനാണ് നമ്മൾ വ്യാകുലപ്പെടണത്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് നേരം പോകണില്ല. എനിക്ക് നേരം പോകാണ്ടിരിക്കുമ്പോഴുള്ള പണിയാണ് കേട്ടോ ഞാനിങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാന്നുള്ളത്. അപ്പോഴാണ് നമ്മുടെ ഗ്രൂപ്പിലെ കുട്ടികൾ പായസം ഉണ്ടാക്കിയിട്ട് ഫോട്ടോ ഇട്ടപ്പോൾ വീഡിയോ ഇട്ടപ്പോൾ എനിക്കൊരു കൊതി. നമ്മുടെ ശ്രീ ഇതിൽ പായസമൊക്കെ ഉണ്ടാക്കി അത് ബോളി കൂട്ടി കഴിക്കണം. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വെറുതെ ഒരു കൊതി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പാലട ഇരിക്കുന്നുണ്ടായിരുന്നു, അതെടുത്ത് ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ ഇവിടെ ഡിവൈനും ഡോണിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്നാൽ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ വരുമ്പോഴേക്കും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അതുണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നെയും നേരം പോണില്ല. അപ്പോൾ തോമുനെ ഉറക്കാണ്ട് നോക്കേണ്ടത് വലിയൊരു ടാസ്ക്കാണ്. കാരണം അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയിൽ ലേറ്റാവും ഉറങ്ങാനായിട്ട്. ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് രാവിലെ എണീക്കാൻ പാടാണ്. അപ്പോൾ സ്കൂളിൽ പോണ സമയമാകുമ്പോൾ ഭയങ്കര കരച്ചിൽ ഉറക്കത്തിൽ നിന്ന് വിളിക്കണ്ടേ. അപ്പോൾ ഇത് നമ്മുടെ ഡബിൾ ഹോഴ്സിൻ്റെ, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതിൽ ശരിക്കും 1.5 ലിറ്റർ പാലാണ്. ഞാൻ ശരിക്കും 1 ലിറ്റർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര മധുരമായിരുന്നു കേട്ടോ. ഡബിൾ ഹോഴ്സിൻ്റെ പ്രത്യേകിച്ച് ഒരു മധുരം കൂടുതലാണ്. അപ്പോൾ ശരിക്കും നല്ലതാണത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇവിടെ മധുരം അങ്ങനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തിരിച്ച് പറയുന്നത്. അപ്പോൾ അത് എല്ലാ സംഭവങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. അതൊന്ന് അതായത് കാച്ചിയ പാല് അതല്ലെങ്കിൽ വേണ്ട, പാല് കാച്ചുമ്പോൾ ഒഴിച്ചാലും മതി. ഇട്ട് കഴിഞ്ഞ് ഒരു സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഇത്രയേ വേണ്ടൂ. വേണമെങ്കിൽ കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ഇടാം. പക്ഷേ ഇതിൽ ഓൾറെഡി ഉള്ള കാരണം ഞാൻ സെപ്പറേറ്റ് ഒന്നും ചെയ്തില്ല കേട്ടോ. അങ്ങനെ ആ പായസം ഉണ്ടാക്കി ഞാൻ മാറ്റി വെച്ചു. അങ്ങനെ തോമുൻ്റെ പിന്നാലെ നിന്ന് കുറച്ച് നേരം ഞാൻ ഫുൾ നനച്ചു. ഈ സൈഡും ആ സൈഡ് ഡാഡിയും ഈ സൈഡ് ഞാനും നനച്ചു. പിന്നെ ഈ ടാങ്കിലൊക്കെ വെള്ളം നിറയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴേക്കും അത് പെട്ടെന്ന് വറ്റി പോകും. അപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. പക്ഷേ എന്താ പറയുക, നമുക്ക് ഒരു കാര്യം അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ യാത്രകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മടി, അല്ലെങ്കിൽ ഉറക്കം വരിക, അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഒന്നിലേക്ക് നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ നിന്നപ്പോഴാണ് തോമു ഉറക്കത്തിൻ്റെ വക്കീൽക്കായപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഡാഡി മോനും കൂടി ചാക്കോച്ചൻ്റെ അടുത്തേക്ക് പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഡാഡി മോനും കൂടിയിട്ട് ചാക്കോച്ചൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ പിന്നെ ഉറങ്ങില്ലല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നു. അവരെല്ലാവരും വന്നതിന് ശേഷം ഞാൻ എൻ്റെ പണികൾ തുടങ്ങി. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ലോക്കറ്റുകളാണ് കേട്ടോ. ഒരു 4-5 പാറ്റേൺ ലോക്കറ്റുകളുണ്ട്. അതിലിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ലെറ്റേഴ്സ് ഉള്ളൂ. അല്ലാണ്ട് ഇനി ഇതെടുത്തിട്ട് നിങ്ങൾ എ ഉണ്ടോ അല്ലെങ്കിൽ ഡി ഉണ്ടോ എന്നൊന്നും എന്നോട് ചോദിക്കരുത്. ഇതിനകത്തുള്ള ലെറ്റേഴ്സ് അത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലെറ്റേഴ്സ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. കാരണം നിങ്ങളെങ്ങനെ വെച്ചാൽ ഇതിലില്ലാത്ത ലെറ്റർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനില്ലാത്ത നേരം നോക്കിയിട്ട് അത് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് തപ്പുമ്പോൾ ഇല്ല എന്ന് പറയും. അപ്പോൾ എൻ്റെ നേരവും പോവും, നിങ്ങളുടെ നേരവും പോവും. അപ്പോൾ ഇതിലുള്ള ലെറ്റേഴ്സ് എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഇല്ല കേട്ടോ. അപ്പോൾ ഒരു 4-5 പാറ്റേൺ ഉണ്ട്. ഇത് ഫുൾ സ്റ്റോൺസാണ്, നല്ല വെയിറ്റുള്ള ലോക്കറ്റാണ് ഇത് കേട്ടോ. ഇതിൽ ഈ പറഞ്ഞോണം A2B M അത്രയേ ഉള്ളൂ. ഇത് വളരെ കനം കുറഞ്ഞ എന്താ പറയുക, നമ്മുടെ നേരിയ മറ്റേ ബോക്സ് ചെയിനൊക്കെ ഇല്ല, അതുമ്മേക്ക് ഇടാൻ പറ്റുക, തീരെ വെയിറ്റില്ല. അതുപോലെ വിലയും അതുപോലെ തന്നെയുള്ളൂ കേട്ടോ. നേരത്തെ കണ്ട പാറ്റേൺ ഇത്തിരി കനമുള്ള ടൈപ്പാണ്. അതുപോലെ തന്നെ നിറച്ച് സ്റ്റോൺസ് വെച്ചിട്ടുള്ളത് വേറെയുണ്ട്. ഇതും നിറച്ച് സ്റ്റോൺ തന്നെയാണ് കേട്ടോ. കാണാൻ ഈ പറഞ്ഞ പോലെ നല്ല ഭംഗിയാണ്. വളരെ ലൈറ്റ് വെയിറ്റാണ്. സ്റ്റോണിൻ്റെ വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. AD സ്റ്റോണാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കുഞ്ഞ് സ്റ്റോണും കാണാൻ നല്ല ഭംഗിയാണ്. ഇത് വെറുതെ എന്താ പറയുക, വെറുതെ തകിട് ഉള്ള പോലെ ഒരു സംഭവം, വളരെ കനം കുറവ്. അതായത് വല്ല മില്ലി ഉണ്ടോയെന്ന് നമ്മൾ ചില സമയത്ത് കണ്ടിട്ടില്ലേ, മറ്റേ വളരെ പാറ്റക്കനം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സംഭവം ഇത് കേട്ടോ. വെറും തകിടുമയാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയായി. കിടക്കണ കാണുമ്പോൾ ഇത്ര കനം കുറവാന്ന് തോന്നില്ല. ഇതിപ്പോൾ ഞാൻ ഓരോന്ന് ഒതുക്കി വന്നപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയ ലെറ്റേഴ്സാണ് ഇത് കേട്ടോ, ഈ സ്റ്റോൺസിൻ്റെ. അപ്പോൾ ഞാൻ ഇതിൽ കൂടെ അത് ആഡ് ചെയ്തതാണ്. ഇനിയിപ്പോൾ രണ്ടാമത് എടുത്ത് ഒതുക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട്. ഇത് നമ്മളുടെ ഉള്ളിൽ കൂടെ കോർത്തിടുന്ന ലോക്കറ്റ് തന്നെയാണ്. ഇത് ഭയങ്കര ഭംഗിയാണ് കാണാൻ, നല്ല വെയിറ്റുമാണ്. ഈ എന്താ പറയുക, വളരെ നേരിയ മാലയമേ അത്രയും നേരിയ ഇതും ഇടാൻ പറ്റും. പക്ഷേ നമുക്ക് പിടിക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ലോക്കറ്റുകളാണ് കേട്ടോ എല്ലാതും. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ലോക്കറ്റ് വേണമെന്ന് വെച്ചാൽ ഇന്ന സംഭവം എന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ ഞാനത് കൃത്യമായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് ഇവർക്ക് നേരത്തോടെ എല്ലാം കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ലേ, ഞാൻ പായസം ഉണ്ടാക്കിയതിൻ്റെ പിന്നാലെ പട്ടികൾക്ക് ഇറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അവർക്ക് ചോറ് വാരി കൊടുത്തു. ആ പരിപാടി കഴിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ അവർ വരാൻ കുറേ ലേറ്റായി. ഇതിൻ്റെ പേരിൽ
ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. അങ്ങനെ കൊണ്ടുവന്ന് അവർ ഫുഡും പിന്നെ നമ്മുടെ പായസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു പാത്രം പായസം അക്കിക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു പശുവിനെ കൊണ്ടുവരാൻ പോയിപ്പോൾ കേട്ടോ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ഗുളികയൊക്കെ കഴിക്കേണ്ടതല്ലേ, ഇനി വയറ്റിലൊന്നും ഇല്ലാണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് ഒരു ബണ്ണും കുറച്ച് ബട്ടറിൽ മുക്കി ഒരു ഗ്ലാസ് ചായയും കൂടി കുടിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ എൻ്റെ അത്താഴപ്പട്ടിണി പാടില്ല എന്നല്ലേ കഴിച്ചത് കേട്ടോ. അങ്ങനെ എന്തോ എനിക്ക് വിശന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ സമയം 11:30 ആയപ്പോഴാണ് എനിക്ക് ചെറുതായിട്ട് വിശന്നത്. അപ്പോഴാണ് ഞാനത് കഴിച്ചത് കേട്ടോ. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇന്ന് പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ വെറുതെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ രണ്ടാമത് ഒന്നേം തൊട്ട് നോക്കണം. കാരണം എന്തെങ്കിലും ഒരെണ്ണം ഇതിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ അയച്ചു എന്ന് വിചാരിക്കും, സംഭവം കവറിൽ നിന്ന് വേറെ കവറിലേക്ക് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ആവാം, അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ച് സംഭവവും കാര്യങ്ങളൊക്കെ ഒതുക്കി. അപ്പോൾ ഇന്നൊരു ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല, വീഡിയോയിൽ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും പറയാറുണ്ടല്ലോ എൻ്റെ സംസാരം കേൾക്കണം എന്ന്. ആദ്യം ഞാൻ വിചാരിച്ചു എനിക്കിന്ന് വീഡിയോ ഇടാൻ തന്നെ പറ്റില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എന്തിനിപ്പോൾ ഞാൻ വീഡിയോ ഇടാണ്ടിരിക്കണേ, എനിക്ക് ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്തെങ്കിലുമൊക്കെ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മറ്റേ ലോക്കറ്റുകളും ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്നത് കേട്ടോ. മറ്റേ പാക്ക് ചെയ്തത് മുഴുവൻ വൈറ്റ് ഗോൾഡിൻ്റെ വളകളാണ് കേട്ടോ. ഞാനത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരയ്ക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ. അതുവരയ്ക്ക് ബൈ.